നമസ്കാരം, വറ്റും വെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കലത്തപ്പം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, തേങ്ങ ചിരവിയത്, ശർക്കര, പിന്നെ അരിപ്പൊടി, ഈ സാധനങ്ങളാണ് വേണ്ടത്. അരിപ്പൊടി 225 ml കപ്പിൽ 1.5 കപ്പാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 125 കപ്പായ കൊണ്ടാണ് 3 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 3 ഏലക്കായും 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിൻ്റെ അടിഭാഗത്ത് ഇത് അരിപ്പൊടി പറ്റിപ്പിടിക്കും. പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിയൊന്നും അരക്കേണ്ട, അരി കുതിർത്ത് അരക്കുന്നതിന് പകരം പത്തിരിപ്പൊടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ഇത് അരച്ചിട്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കണം. ആ ബൗളിലേക്ക് അരച്ചതിന് ശേഷം ഇത് ഒഴിച്ചു വെക്കുക. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശർക്കരയാണെങ്കിൽ 2-3 പീസ്, ചെറിയ ശർക്കരയാണെങ്കിൽ ഒരു 4-5 പീസ് വരും. ഒരു സോസ് പാനോ അല്ലെങ്കിൽ ചായപാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉരുക്കേണ്ട വെള്ളം, ശർക്കര ഇതിലേക്ക് ഇട്ടിട്ട് 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. പാവ് കാച്ചിട്ട് എടുക്കുക. നമ്മൾ പാവ് കാച്ചുമെന്ന് പറയാം. അപ്പം പാവ് കാച്ചെടുക്കുക. ഇത് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കാം. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ അരച്ച് വെച്ച അരിൻ്റെ കൂട്ടിലേക്ക് ഇത് ഒഴിക്കണം. നല്ല ചൂടോടെ ഒഴിക്കണം, അരിച്ചിട്ട് ഒഴിക്കണം. ഒരു ഫിൽറ്റർ വെച്ച് അരിച്ചിട്ട് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ടപ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അരി. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ചൂടോടെ ഒഴിച്ചിട്ട് ചൂടോടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല ആരെടുത്ത കലത്തപ്പം നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഒന്ന് എന്താ പറയേണ്ടത്, ഇതിൻ്റെ മധുരം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു നുള്ള് സോഡാപ്പൊടിയും, ബേക്കിംഗ് സോഡ, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. ഇനി കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണ് നെയ്യും ചേർക്കുക. നല്ലോണം ചൂടായതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂണ് 3-4 ടേബിൾ സ്പൂണ് എടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയം വരെ ഒന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക, നല്ലോണം ഇളകി കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുന്ന ആ സമയത്ത് തന്നെ മുറിച്ച് വെച്ച ഒരു 5-6 പീസ് ചെറിയ ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ല എന്താ പറയേണ്ടത്, നല്ല ഹൈ ഫ്ലെയിമാക്കി വെച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക. നല്ല ചൂടോടെ ഒഴിക്കണം, നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഒഴിക്കാൻ. അങ്ങനെ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടാവും. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അത് മീഡിയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം. കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഈ കുക്കറിൻ്റെ വിസിലിൻ്റെ അതിലേക്കൂടി നല്ല ശക്തിയിൽ വേപ്പർ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് ഓഫാക്കി വെക്കണം. ഇത് ഓഫാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാം. ഇനി ഇത് വെന്തിനെന്ന് നോക്കണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഇതിലേക്കൊന്ന് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ശരിക്കും നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ആരെടുത്ത് തന്നെ കിട്ടും. ഇനി നമുക്കിതൊരു പാത്രത്തിലോ ഇലയിലേക്കോ എന്താണെന്ന് വെച്ചാൽ മാറ്റാം. നമുക്ക് സൗകര്യമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇലയിൽ മാറ്റുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ആരെടുത്ത കലത്തപ്പമാണോ കിട്ടിയിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഇത് നല്ല ആരെടുത്ത കലത്തപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം
നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.